എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് വന്നിരിക്കുന്നത് ഞാൻ കൊല്ലത്ത് വന്നപ്പം നമ്മൾ ആശ്രാമ മൈതാനത്ത് പോകുന്ന വഴിയിൽ നല്ല ഭംഗിയുള്ള പാലമുണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ. ആക്ച്വലി നമ്മുടെ ബ്ലോഗ് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ വന്നപ്പോൾ കുറച്ച് കറങ്ങാൻ പോകുന്നത് കാണിക്കുക, അത്ര തന്നെ. നമ്മൾ ആശ്രാമത്ത് പുതിയ എക്സ്പോ വന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് അവിടെ കയറാം. നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ കയറാൻ പോകുന്ന സംഭവം. പിന്നെ നമ്മൾ അവിടെയും കൂടെ വന്ന് കയറുന്നുണ്ട്. നമുക്ക് ചെറിയ ചെറിയ ക്ലിപ്സ് നിങ്ങളെ കാണിക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. പിന്നെ അവിടെ ഒരു സർക്കസ് ഉണ്ട്, നമ്മളവിടെ കയറുന്നില്ല. പിന്നെ അവിടെ വാട്ടർഫോൾസ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആണ്, നമുക്ക് പോവാം. അവിടെ നമുക്ക് ഫസ്റ്റ് അതിനകത്തോട്ട് കയറിയപ്പോൾ ഇങ്ങനെയാണ്, നല്ല രസമുണ്ട്. നമ്മൾ കയറുമ്പോൾ കൂടുതലും ഫുഡ് സ്റ്റാൾസ് ആണ് കേട്ടോ. ഫുഡ് സ്റ്റാൾ അല്ല, സ്റ്റാളുകളാണ്, സ്റ്റാൾസാണ്. അപ്പോൾ ഇവിടെ വാട്ടർഫോൾസ് ഉണ്ട്, അപ്രതീക്ഷിതമാണ് വാട്ടർഫോൾസ് ഉണ്ട്. പിന്നെ ലോകത്തിലെ ഏറ്റവും ചെറിയ കുരങ്ങുണ്ട്. നമ്മൾ അപ്പോൾ വാട്ടർഫോളിൻ്റെ ഞാൻ ഇന്നത് കയറി, അടിപൊളി, സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ട്. എന്തൊരു രസം എന്നറിയോ ഗൈസ്. ഇത് ദുബായിലുള്ള മറ്റേ നമ്മൾ സ്കൈ ഫുഡ് കഴിക്കുന്ന ആ സംഭവമാണ്. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ വാട്ടർഫോൾസ് നല്ല രസമുണ്ട്, അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. നല്ല ഭംഗിയുണ്ട്, നല്ല രസമാണ് അതിനകത്ത് നിൽക്കാനും. അത് കഴിഞ്ഞ് നേരെ ഒരു ബേർഡ്സിൻ്റെ, ഒരു ആനിമൽസിൻ്റെ വേൾഡ് എന്ന് പറയുന്ന സംഭവത്തിലോട്ട് നമ്മൾ കയറി. വേൾഡ് എന്നല്ല, എന്നാലും അങ്ങോട്ട് കയറി. കുറേ അടിപൊളി ബേർഡ്സ് ഉണ്ട് കേട്ടോ, കൂടൊക്കെ ഉണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്തായാലും. അതുണ്ടോ, നമ്മൾ ഇവിടെ ആ കുഞ്ഞു കുരങ്ങുണ്ടെന്നാണ് പറഞ്ഞത്, പക്ഷെ കണ്ടില്ല ഞാൻ. പക്ഷെ പാമ്പിനെ കണ്ടു കേട്ടോ, പക്ഷെ നല്ല രസമുണ്ട്. പിന്നെ ഞാൻ ആദ്യം കയറിയതിന് 30 റുപ്പീസാണ് റേറ്റ്. ഇതിന് വലിയവർക്ക് 200, ചെറിയ കുട്ടികൾക്ക് 150. ചെറിയ കുട്ടികളെന്ന് പറയുമ്പം 10 വയസ്സിന് മേളിലോട്ടുള്ളവർക്ക്, മീൻസ് 10 വയസ്സ് തൊട്ട് 5 തൊട്ട് 10 വരെയുള്ളവർക്ക് 150, അതിന് താഴോട്ടുള്ളവർക്ക് ഫ്രീ ആണ്. പിന്നെ 10 മേളിലോട്ടുള്ളവർക്ക് 200 രൂപ, അങ്ങനെയാണ് സംഭവം. പക്ഷെ നല്ല അടിപൊളി സംഭവം, ബോത്താണ് ഇതുവരെ. നമുക്ക് ബാക്കി ഇങ്ങോട്ട് പോയിട്ട് കാണാം. എനിക്കെന്തായാലും ഇത്ര അടിപൊളി ഇഷ്ടപ്പെട്ട്, സെറ്റ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ മീനുകളും സ്കൂബ ഡൈവറുമാണ്, നല്ല രസമുണ്ട്. തൊട്ടിപ്പുറത്ത് തന്നെ നമ്മുടെ മെർമെയ്ഡുണ്ട്, ഇങ്ങനെ പോകുന്നതാണ്, നല്ല രസമാണ്. കുറേ നേരം അവിടെ നിന്നു. അതിൻ്റെ ക്ലിപ്പ് മൊത്തം നിങ്ങൾക്ക് കാണാം, അത്ര എനിക്കിഷ്ടപ്പെട്ടു, നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ മെർമെയ്ഡ് ഇരിക്കുന്നു, അല്ല ഷെല്ലി ഇരിക്കുന്ന പോലെ, അല്ലാതെ ഒന്നുമില്ല, ജസ്റ്റ് നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. തൊട്ടിപ്പുറത്ത് അതിനങ്ങോട്ട് നമുക്കൊരു ബോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെറിയൊരു വെള്ളത്തിലാണ് നിൽക്കുന്നത്, നല്ല രസമുണ്ട്. ഞാൻ അതിനകത്തൊക്കെ കയറി പോകുന്നുണ്ട് കേട്ടോ. ഞാൻ കയറി താണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ വെറുതെ ഒന്ന് ചുറ്റിപ്പറ്റി നിന്നിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നു. ഇത് നമ്മുടെ ബട്ടർഫ്ലൈയുടെ ഒരു ഊഞ്ഞാലുകളും പിന്നെ ഒരു മീനിൻ്റെ ഒരു ഫോട്ടോ സ്പോട്ട്. കുറേ ഫുഡ് സ്റ്റാൾസും അല്ല സ്റ്റാൾസും ഉണ്ടായിരുന്നു. അപ്പോൾ തിരക്കായതുകൊണ്ട് ഞാൻ എടുത്തില്ല വീഡിയോ. പിന്നെ ഇവിടെ ഞാൻ കാണിച്ചു തരാം. പുറത്തിറങ്ങിയ ഇങ്ങനെയാണ്. നമുക്ക് ഇവിടെ നിന്നാ നമുക്ക് അത് കാണാം. നോക്കൂ, വാട്ടർഫോൾ. എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴത്തേക്കിനും ഒട്ടകം ഒതിരും. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആ ഒട്ടകത്തിൻ്റെ ചെറിയ സൗണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട്, കേൾക്കുന്നുണ്ടോ എനിക്കറിഞ്ഞൂടാ. പോവാണ്. അപ്പം പോകുന്ന ചെറിയ വീഡിയോസ് എടുത്തിട്ട് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. ബൈ.
അപ്പോൾ നമ്മൾ വരുന്ന വഴിക്കൊരു ക്യാമറയുടെ ഒരു ആളേക്ക് നിർമ്മിച്ചുണ്ട് ബേസിക്കാന്ന് കൂടെ നമ്മൾ അവിടെ വന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ. ഫുഡ് കഴിച്ചിട്ട് വന്ന് അപ്പോൾ ഭയങ്കര ലേറ്റായി. അപ്പം നേരെ കടന്നു. അപ്പം മൈൻഡ് പിടിക്കാൻ മറന്നുപോയി. അപ്പം ഞാൻ ഇന്ന് പിറ്റേ ദിവസം എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നലെ അടിപൊളിയായിരുന്നു. എക്സിബിഷൻ ഫുള്ള് സെറ്റായിരുന്നു. ഇങ്ങനെ ഫുഡ് കഴിച്ച് അടിപൊളിയായിരുന്നു. അപ്പം വീഡിയോസൊക്കെ കണ്ടു കാണുമായിരിക്കുമല്ലോ. അപ്പം എന്താ ഞാൻ ചില സ്റ്റോൾസ് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് തന്നെ രണ്ടാമത്തെ സ്റ്റോൾസ് ഞാൻ എടുത്തിരിക്കണം. ഒത്തിരി ഉണ്ട് നടക്കാൻ. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. അപ്പം ബൈ ബൈ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.